10 ലക്ഷത്തോളം കുട്ടികൾ കാനഡയിൽ നിന്ന് തിരിച്ചു വരാൻ പോകുന്നു എന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തന്നെ കാനഡയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള അനേകം വീഡിയോസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി അവിടെ വാട്ടർലൂ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റേതെങ്കിലും ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലൊക്കെയുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയ കുട്ടികൾക്കാണോ ഈ ഒരു ഗതി വന്നിട്ടുള്ളത്? അല്ല. ഏത് രാജ്യത്താണെങ്കിലും അവിടുത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രശ്നം വരില്ല. മറിച്ച് കാനഡയിലെ കടലാസിന്റെ പോലും വിലയില്ലാത്ത സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കോളേജ് സംവിധാനങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്യാൻ പോയ കുട്ടികൾക്കാണ് പ്രധാനമായിട്ടും ഈ പ്രശ്നം നേരിടേണ്ടി വന്നിട്ടുള്ളത്. 2 വർഷങ്ങൾക്ക് മുന്നേ തന്നെ വളരെ വ്യക്തമായി ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ടുള്ളതാണ്, കാനഡയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സും അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന കോളേജും വളരെ ശ്രദ്ധിച്ചു വേണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സംഭവിക്കുമെന്നത്. അന്ന് പറഞ്ഞ കാര്യങ്ങളുടെ ഒരു അനന്തരഫലം, ഒരു എൻഡ് റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വാർത്തയും. അതുകൊണ്ട് ഇനിയെങ്കിലും മറ്റേതെങ്കിലും രാജ്യങ്ങൾ നമ്മൾ സ്റ്റഡി അബ്രോഡിനായി ചൂസ് ചെയ്യുന്ന നേരത്ത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ പോകുന്നത് എന്നത് നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയുടെയും വക്താവല്ല, ഒരു രാജ്യത്തിന്റെയും വക്താവല്ല, ഒരു രാജ്യത്തിന്റെയോ യൂണിവേഴ്സിറ്റിക്കോ എതിരെ സംസാരിക്കുന്ന വ്യക്തിയുമല്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമായി പറയാം, നമ്മൾ പഠിക്കാൻ പോകുന്ന രാജ്യത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സിന് റെലവൻസ് ഇല്ലെങ്കിൽ തീർച്ചയായും നമുക്ക് ജോലി കിട്ടാനായിട്ട് സ്ട്രഗിൾ ചെയ്യും.